ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസത്തിൽ ലോട്ടറി ഭാഗ്യം, അതായത് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ തേടി വരുന്ന നക്ഷത്രക്കാർ പ്രധാനമായിട്ട് ഏറ്റവും ദൈവാധീനവും ഭാഗ്യവുമുള്ള നക്ഷത്രക്കാർ ഏതാണെന്ന് കവടി വെച്ച് നോക്കിയതിലും മറ്റ് ഗോചരഫലങ്ങൾ വെച്ചുകൊണ്ട് നോക്കിയതിൽ നിമിത്തവും ഒരു പ്രധാനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ മൊത്തത്തിൽ വിചിന്തനം ചെയ്തതിൽ ഈ മാസം ഗോചര ഫലം വെച്ചുകൊണ്ട് ലോട്ടറി ഭാഗ്യം പോലെ ഉള്ള ലോട്ടറി തന്നെ വേണമെന്നില്ല, മറ്റ് ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ തേടി വരിക, ധനം വന്നു ചേരുക, ഏറ്റവും കൂടുതൽ കടബാധ്യതകളിൽ നിൽക്കുന്നവരും മറ്റ് പല ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവർ അത് സാധിക്കാതെ വിഷമിക്കുന്ന അനവധി ആൾക്കാരും, നിൽക്കക്കള്ളിയില്ലാത്ത കടം, ഓരോ കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ ചെയ്യുന്നവരും ഏതെങ്കിലും തരത്തിലൊക്കെ പറ്റിക്കപ്പെട്ട് പോയിട്ടുള്ളവർ, അത് ലോട്ടറി അടിച്ച് നമുക്ക് പണം കിട്ടുന്നത് പോലെ തന്നെയാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത്. ചില സന്ദർഭങ്ങൾ അത് അങ്ങനെ പറ്റിക്കപ്പെട്ടു പോകും, ചതിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക, അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ പിന്നീട് വളരെയധികം ദുഃഖിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ലോട്ടറി അടിച്ച് ആ കടം വീടുകയാണെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു രാശി എന്ന് പറയുമ്പോൾ ധനസ്ഥാനത്ത് വ്യാഴവും അതുപോലെ തന്നെ രാശ്യാധിപനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യമുണ്ട് ധനകാര്യത്തിൽ. മിഥുനം രാശിക്കാരെന്ന് പറയുമ്പോൾ മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം വന്നു ചേരുക, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടും ഒക്കെ ധനം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുകൊണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. ബിസിനസ് ചെയ്ത് പൊട്ടി ഒക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് ആയിരിക്കാം ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരുക. മറ്റൊരു രാശിക്കാരാണ് കന്നിരാശിക്കാർ. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ലോട്ടറി പോലെ ഉള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ഒരു ലോട്ടറി എടുത്ത് പരിശോധിക്കുക. ഒരുപാട് ലോട്ടറി അല്ലെങ്കിൽ കടം മേടിച്ച് ഒന്നും എടുത്താലൊന്നും അടിക്കണമെന്നില്ല. ഒറ്റ ഒരു ലോട്ടറി എടുത്താൽ മതി. അത് നിങ്ങൾക്ക് നാളെ ജീവിതം മാറ്റിമറിച്ചു എന്ന് വരാം. വാഹനം വാങ്ങുന്നതിനോ ഗൃഹം വാങ്ങുന്നതിനോ ഉള്ള ഗൃഹം ഒന്ന് പുതുക്കിപ്പണിയുന്നതിനോ ഭേദമായ തുകകളൊക്കെ അടിക്കുന്നു, ധാരാളം പേർക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള യോഗമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. മറ്റൊരു രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം, അനിഴം, കേട്ട ഈ 3 നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായിട്ട് ധന ആഗമന യോഗമുണ്ട്. വലിയ തുകകൾ ചെറിയ പലിശയ്ക്ക് അല്ലെങ്കിൽ പലിശ ഇല്ലാതെ ഒക്കെ ലോൺ കിട്ടുവാനും യോഗമുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അതും ഒരു ലോട്ടറി ഭാഗ്യമാണ്. എന്നിട്ട് അതുകൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചു, അത് വൻ രീതിയിൽ വിജയത്തിലേക്ക് എത്തി. അങ്ങനെയൊക്കെ എത്രയോ പേരുണ്ട്. ഉൽപ്പാദിത രംഗങ്ങളിലെ ഹോട്ടൽ നടത്തുന്നവരെ, മറ്റ് ചെറുകിട കോട്ടേജ് ഇൻഡസ്ട്രികൾ നടത്തുന്നവരെ, സ്വന്തം വീട്ടിൽ തന്നെ ചെറിയ കുടിൽ വ്യവസായങ്ങളൊക്കെ നടത്തി വലിയ വലിയ ലക്ഷാധിപതികളും കോടീശ്വരന്മാരുമായ ആൾക്കാരില്ലേ. അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുക, പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചാൽ ഈ വൃശ്ചികം രാശിക്കാർക്ക് വലിയ കോടീശ്വര യോഗമൊക്കെ പ്രദാനം ചെയ്യുവാൻ യോഗമുള്ള സമയമാണ്. ആരംഭിക്കുന്ന സമയം നല്ല ഒരു സമയത്ത് ആരംഭിച്ചാൽ അതിന് നല്ല വിജയങ്ങൾ വന്നു ചേരും. മോശ സമയമാണെങ്കിൽ അത്ര നല്ലതല്ലല്ലോ. ഇപ്പോൾ ആരംഭിക്കേണ്ട സമയമാണ്. അത് ഒരു ലോട്ടറിയൊക്കെ എടുക്കുക. എല്ലാവർക്കും ലോട്ടറി അടിക്കുകയില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല എന്നല്ല. പക്ഷേ ഒരു ലോട്ടറി അത് ധാരാളം ആൾക്കാർക്ക് അടിക്കുന്നുണ്ട്. അടിക്കാതെ ഒന്നുമല്ല, അയക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് നാളെ ഒരു വലിയ ഒരു സഹായമായാൽ അത് നേട്ടമാകും. അതുപോലെ മറ്റൊരു രാശിക്കാരാണ് മീനം രാശിക്കാർ.
മീനൻ രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ യോഗമുണ്ട്. ജന്മത്തിൽ ഏഴരശനിയൊക്കെ അനുഭവിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് ദുരിത ദുഃഖങ്ങളിലൊക്കെ വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് രോഗാവസ്ഥ കൊണ്ട് ദുരിതപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായി ദൈവം അനുഗ്രഹിച്ച് ഒരു ഭാഗ്യം തരും ഈ ജൂലൈ മാസത്തിൽ. അത് നിങ്ങൾ പ്രവർത്തിക്കുക. ഒരു ലോട്ടറി എടുക്കാത്തവർക്ക് അടിക്കുകയില്ല, ഒരു കാര്യം ശ്രമിക്കാത്തവർക്ക് സാധിക്കുകയില്ല. ഒരു ജോലി ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയാകാം. ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക്, 4 രാശിക്കാർക്ക് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും ഉൾപ്പെടുന്നതാണ്. ഒരു ഗവൺമെൻറ് ജോലി കിട്ടാം, അല്ലെങ്കിൽ വിദേശത്ത് പോയി ഒരു ജോലി സമ്പാദിക്കുവാനുള്ള ഭാഗ്യം തരും. അങ്ങനെ പോകുന്നു ആ പട്ടിക. അത് മുഴുവനും പറയുക ശരിയാകുകയില്ലല്ലോ. ചെറിയ ഒരു കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുവാൻ ഒരു അവസരം കിട്ടി. ആ കരാർ മുഖാന്തരമുള്ള ബിസിനസ്സുകൾ ചെയ്തു, ഡീലർഷിപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിംഗ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബ്രോക്കറിംഗ് കാര്യങ്ങളിൽ ഏർപ്പെട്ടു, പെട്ടെന്ന് പൈസ ഉണ്ടാവുകയും അന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതിനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് യോഗവും ഭാഗ്യവും ഉണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്തും ഒക്കെ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.